വിജയുടെ അവസാന സിനിമയാണെന്ന് പറയുന്ന ദളപതി 69 എന്ന സിനിമയിൽ മമിത ബൈജു വിജയുടെ സിസ്റ്ററിൻ്റെ റോള് ഈ ഒരു സിനിമയിൽ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുപോലെ സാമന്ത ആയിരിക്കും ഈ ഒരു സിനിമയിൽ നായികയായിട്ട് എത്തുന്നതെന്നും പറയുന്നു. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരിക്കുമെന്നാണ് പറയുന്നത്. ഒക്ടോബർ മാസത്തിൽ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും. രജനീകാന്തിൻ്റെ വേട്ടയൻ സിനിമയിൽ മഞ്ജു വാര്യർ രജനീകാന്തിൻ്റെ വൈഫായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് മഞ്ജു വാര്യർ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ വേട്ടയൻ സിനിമ ദീപാവലി റിലീസായിട്ടായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക. വേട്ടയൻ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന തുഷാരയുടെ ഡബ്ബിംഗ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അജിത്തിൻ്റെ 2 സിനിമകളായ വിടാമുയർച്ചി, ഗുഡ് ബാഡ് അഗ്ലി എന്നീ സിനിമകളുടെ ഷൂട്ടിംഗ് ഹൈദരാബാദിൽ വെച്ച് നിലവിൽ നടക്കുകയാണ്. ഇതിൽ വിടാമുയർച്ചി സിനിമയുടെ ഫൈനൽ ഷെഡ്യൂളാണ് നടക്കുന്നത്. ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയിൽ നടരാജനും സുനിലും കാസ്റ്റിങ്ങിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ധനുഷിൻ്റെ ഏറ്റവും പുതിയ ഹിന്ദി ചിത്രമാണ് തേരാ ഇഷ്ക് മെയിൻ. ഈ ഒരു സിനിമയിൽ നായികയാവാൻ കൃതി സനോനുമായി ഫൈനൽ ടോക്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ഒരു സിനിമയ്ക്കായിട്ട് മ്യൂസിക് ഒരുക്കുന്നത് AR റഹ്മാൻ ആയിരിക്കും. ഗോട്ട് സിനിമയെപ്പറ്റി 2 കഥകളാണ് നിലവിൽ പ്രചരിക്കുന്നത്. ഒരു ആൻറ്റി ടെററിസ്റ്റ് സ്റ്റോറിയും 2004 മോസ്കോ മെട്രോ ബോംബിംഗ് സ്റ്റോറിയും. ഇങ്ങനെ 2 സ്റ്റോറികളാണ് പറയുന്നത്. ഇപ്പോൾ 2004 മോസ്കോ മെട്രോ ബോംബിംഗ് സ്റ്റോറി ആയിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു സൂസൈഡ് ബോംബർ തിരക്കേറിയ ഒരു പ്ലേസിൽ നിന്നുകൊണ്ട് പൊട്ടിത്തെറിക്കുകയും ഡസൻ ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്തു. ഈ ഒരു കുറ്റകൃത്യം ആരാണ് ചെയ്തത്, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്, അങ്ങനെ വിജയ് കുറ്റവാളികളെ പിന്തുടർന്ന് പോകുന്നതൊക്കെയാണ് ഈ ഒരു സിനോപ്സിസിൽ പറയുന്നത്. അതുപോലെ ഗോട്ട് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിന് മുൻപായി ഒരു സെക്കൻഡ് ഗ്ലിംസ് ഇറക്കാനുള്ള ഒരുക്കത്തിലാണ് സിനിമയുടെ ടീം. 49 സെക്കൻഡ് ദൈർഘ്യമാണ് ഈ ഒരു ഗ്ലിംസിനുള്ളത്. ചിലപ്പോൾ ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് ഈ ഒരു ഗ്ലിംസ് എത്തും. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.